ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഉറൂസും അതിൻ്റെ ദിവസവും പരിപാടിയും ഒക്കെ നിശ്ചയിച്ച് മകൻ്റെ കല്യാണം പറഞ്ഞ് എല്ലാം പോകുന്നതാണ്. പക്ഷേ അവിടെ വീട്ടിലെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ ഖളാ പ്രകാരം ബഹുമാനപ്പെട്ട തങ്ങളവർ വഫാത്തായിപ്പോയി. അദ്ദേഹം അങ്ങനെ ഞാനും നിങ്ങളും ആരും ഇത്രയും പെട്ടെന്ന് വഫാത്താകുമെന്ന് കരുതിയിട്ടില്ല. അള്ളാഹുവിൻ്റെ ഖളാ എത്തിയപ്പോൾ ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. അള്ളാഹു തആല നിശ്ചയിച്ച സമയം എത്തിയാൽ ഒരു സെക്കൻഡ് പോലും അള്ളാഹു അവരെ ബന്ധിക്കുകയില്ല. ആ നിലക്ക് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് ബഹുമാനപ്പെട്ട തങ്ങളവர்கள் വഫാത്തായി നമ്മളോട് വിട്ടുകഴിഞ്ഞ് ഇനിയിപ്പോൾ അദ്ദേഹത്തെ നല്ല നിലക്ക് മറവ് ചെയ്യുന്നതിന് നിങ്ങൾ സഹായിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ തന്നെ സമയം വൈകിയത് കൊണ്ട് ബ്ലഡ് മൂക്കിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങിയിട്ട് അതൊന്ന് മാറ്റാനാണ് ഇപ്പോൾ റൂമിലേക്ക് കൊണ്ടുപോയത്. അതിന് ജനങ്ങളെ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? എന്ത് സ്നേഹമാണത്? സ്നേഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒറ്റപ്പാടുണ്ടാക്കാനല്ല സ്നേഹം. ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ ബഹുമാനിക്കുക എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കുക, അതുപോലെ ദുആ ചെയ്യുക. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ ഇൻഷാ അല്ലാഹ് ജനാസ നിസ്കാരം നടക്കും. നടന്ന ഉടനെ അദ്ദേഹത്തെ ഖുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ അവർ മറവ് ചെയ്യാൻ അദ്ദേഹം വസിയത്ത് ചെയ്തതും അവിടെയാണ് ഖബർ റെഡിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ആർക്കും കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല എന്ന് നിങ്ങളോട് പ്രത്യേകമായി അറിയിക്കുകയാണ്. അങ്ങനെ കാണിച്ചു കൊടുക്കാൻ നിന്നാൽ നേരം വെളുക്കുന്നത് വരെ കണ്ടാലും ഈ ആളുകളെല്ലാം അവസാനിക്കുന്നതല്ല. ജനാസയെ കാണിച്ചു കൊടുക്കാൻ ഇവിടെ സൗകര്യമില്ലാത്തത് കൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളെ അറിയിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട തങ്ങളവர்கள் ഉള്ളാദിയാണ്. അതുപോലെ കർണാടക സ്റ്റേറ്റിലെ ധാരാളം ബാങ്കുകളിൽ ഖാദിയാണ് ബഹുമാനപ്പെട്ട തങ്ങളവர்கள். അവിടെയൊക്കെ തങ്ങൾക്ക് ശേഷം ആരെയാണ് ഖാദിയാക്കുന്നത് എന്ന ചർച്ചയും ഒന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം ഉള്ളാൾ കമ്മിറ്റിയും അതുപോലെ ഇവിടുത്തെ ജമിയത്തുൽ ഉലമയും മറ്റ് ഓരോ ഖാദിയായ മഹല്ലിലുള്ള പ്രസിഡന്റ് സെക്രട്ടറിമാരുമായും ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അതിൽ ഞാൻ ഒരു തീരുമാനം നിങ്ങളോട് പറഞ്ഞു തരും. അതുവരെ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത് എന്ന് പ്രത്യേകമായി വസിയത്ത് ചെയ്യുന്നു. അതുവരെ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ ഖാദിസ്ഥാൻ ഏറ്റെടുത്തതെന്നല്ല പറയുക അർത്ഥം. ഞാൻ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിർവഹിച്ചു തരും. നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. നമ്മുടെ ഏകകണ്ഠമായ ഒരു തീരുമാനം അനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ഖാദിയെ നിശ്ചയിക്കാം. ബഹുമാനപ്പെട്ട തങ്ങളവர்கள் ജീവിതത്തിൽ വല്ല തെറ്റുകളും കുറ്റങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു മാപ്പ് ചെയ്ത് കൊടുക്കണം. അവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗ്ഗലോകമാക്കി കൊടുക്കണം. അവരെ ഖബറിൽ വെക്കുന്ന സമയത്ത് മലക്കുകൾ വന്ന് സന്തോഷിപ്പിക്കുന്ന ഉള്ളത്തിൽ കൊടുക്കണം, പേടിപ്പിക്കുന്ന ഉള്ളത്തിൽ പെടുത്താതിരിക്കണം. ഖബറിനെ അള്ളാഹു സ്വർഗ്ഗലോകമാക്കി നരകത്തിന്റെ ഭാഗമാക്കാതിരിക്കണം. അള്ളാഹു അവർക്കും അവരുടെ മക്കൾക്കും അവരുടെ ഭാര്യക്കും എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും ആഫിയത്തും ഏറ്റിക്കൊടുക്കട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹുവിന്റെ ബർക്കത്തിനായി അല്ലാഹു ആയത്തുകൾ നേടിത്തരട്ടെ. മഹാനുഭാവരാದ ഖുറത്തു സാദാത്ത്
ಕೂರಾ ತಂಗಳ್ರವರು ಹಲವಾರು ಮೊಹಲ್ಲಾಗಳ ಖಾಜಿಯೂ ಕೂಡ. ಅದರೊಂದಿಗೆ ಜನರು ಎದುರಿಸುತ್ತಿರುವ ಹಲವಾರು ಸಮಸ್ಯೆಗಳಿಗೆ ಎಲ್ಲ ರೀತಿಯಲ್ಲಿರುವಂತಹ ಪರಿಹಾರವನ್ನು ತೋರಿಸುವ ಸರಿಸಾಟಿ ಇಲ್ಲದ ಮಹಾನ್ ವ್ಯಕ್ತಿಯಾಗಿದ್ದರು. ಈ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ತಂಗಳ್ರವರ ವಿಯೋಗವು ಅದು ತುಂಬಲಾರದ ಒಂದು ದೊಡ್ಡ ನಷ್ಟವಾಗಿದೆ ಎಂಬುದರಲ್ಲಿ ಸಂದೇಹವಿಲ್ಲ. ಇಲ್ಲಿ ಸೇರಿದಂತಹ ಜನಸ್ತೋಮವೇ ತಂಗಳ್ರವರೊಂದಿಗೆ ಜನರಿಗೆ ಎಷ್ಟು ಮಾತ್ರ ಗೌರವವಿತ್ತು ಎಂದು, ಅದೇ ರೀತಿ ಪ್ರೀತಿ ಇತ್ತು ಎಂಬುದು ಇಲ್ಲಿ ಸಾಕ್ಷಿಯಾಗಿದೆ. ಆದ್ದರಿಂದಲೇ ತಂಗಳ್ರವರ ವಿಯೋಗವು ಖಂಡಿತವಾಗಿಯೂ ಒಂದು ದೊಡ್ಡ ನಷ್ಟವಾಗಿ ಸಮೂಹವು ಅದನ್ನು ವಿಧಿ ಕಲ್ಪಿಸಿದೆ ಎಂಬುದರಲ್ಲಿ ಸಂದೇಹವಿಲ್ಲ. ಉಲ್ಲಾಲ ಜಮಾತಿನ ಖಾಜಿಯಾದಂತಹ ಗೌರವಾನ್ವಿತ ಕುರ್ರತ್ ಸಾದಾತ್ ಅಸೈದ್ ಫಜಲ್ ಕೋಯಮ್ಮ ತಂಗಲ್ ಇಂದು ಅಲ್ಲಾಹುವಿನ ಅಲೋಂಘನೀಯ ವಿಧಿಗೆ ವಿಧೇಯರಾಗಿದ್ದಾರೆ. ಇನ್ನಾ ಲಿಲ್ಲಾಹಿ ವ ಇನ್ನಾ ಇಲೈಹಿ ರಾಜಿಊನ್. ಇಂದು ಉಲ್ಲಾಲ ಜಮಾತ್ ಸಂಪೂರ್ಣವಾಗಿ ಅನಾಥವಾಗಿ ಬಿಟ್ಟಿದೆ. ಸರ್ವಶಕ್ತನಾದ ಅಲ್ಲಾಹನು ನಮ್ಮ ಖಾಜಿ ಬದಲಾಗಿ ಉತ್ತಮವಾದ ಒಂದು ಖಾಜಿಯನ್ನು ನೀಡಲಿ ಎಂದು ನಾನು ಅಲ್ಲಾಹ್ವಿನಂತೆ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ.